ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ഉത്സവത്തിൻ്റെ വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ മെയിൻ ഉത്സവം. നൈറ്റ് താലമൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റാണ് പരിപാടിയൊക്കെ. ഞങ്ങളപ്പോൾ ഒന്ന് പകൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നൈറ്റ് ഒരുപാട് ആൾക്കാരുണ്ടാവും, അപ്പോൾ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ പകൽ പോയിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് അമ്പലം. ഞാനും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. സ്കൂട്ടിക്കാണ് പോകുന്നത്. ഞങ്ങൾ പോയപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ആൾക്കാരുണ്ടായിരുന്നു. പകല് അവിടെ അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചിട്ട് വരുമായിരുന്നു. തലേദിവസം രാത്രി പോയപ്പോൾ അധികം സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല, നല്ല തിരക്കായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കമ്മലും ഒക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ പണ്ടത്തെ കുറേ മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് മേടിക്കുന്നുണ്ട്. എല്ലാ തവണയും ഈ മുട്ടായികൾ ഞങ്ങൾ മേടിക്കാറുണ്ട്. 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയ മുട്ടായികളാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ മേടിക്കുന്നുള്ളൂ. കാണിക്കേ എത്രയാ അവിടെ കിടക്കും. ദൈവമേ, നമ്മൾ അത്രക്കാരൻ ചേച്ചി. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. നൈറ്റ് എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വന്നു. ഞങ്ങൾ നൈറ്റ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഹെയർ കെട്ടാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്ലിപ്പ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിപ്പല്ല, ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മേൻ്റെ തലയിൽ ചേച്ചി കെട്ടി നോക്കുകയാണ്. ആദ്യം ഒന്ന് ഫെയിലായി, പിന്നെ സെറ്റാക്കി എടുത്തു. എങ്ങനെയൊക്കെയോ അമ്മ ഇങ്ങനെ കെട്ടിയിട്ടായിരുന്നു ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് പോയപ്പോൾ ഈ ഒരു മുട്ടായൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിക്കുകയാണ്. ഞങ്ങൾ എല്ലാ തവണ ഈ ഒരു മുട്ടായി മേടിക്കാറുണ്ട്. പുളീൻ്റെ എന്തോ ഒരു സംഭവമാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. രണ്ടാമത്തേതാണ്. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത്. എന്തായാലും താലമൊക്കെ വരാൻ ലേറ്റ് ആവും. അപ്പം ഞങ്ങൾ ഒരുപാട് നേരത്തെ പോയിട്ട് അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ഞങ്ങളവിടെ എത്തി. ഇത് നമ്മൾ വന്ന അമ്പലമല്ല, അതിന് മേളിലായിട്ടുള്ള വേറൊരു അമ്പലമാണ് ഗുരുദേവൻ്റെ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ ലൈറ്റൊക്കെ കണ്ടിട്ട് ചുമ്മാ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടെ കയറിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഈ പരിസരത്തില്ല, കാണാവോ? കുറേ ആൾക്കാരുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്നും വണ്ടി ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇട്ടത്. ഇവിടെയും കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താലമൊക്കെ വരുമ്പോഴത്തേന് എന്തായാലും ഒരുപാട് ലേറ്റ് ആവും, 11:30 ആവും. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അമ്പലത്തിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞങ്ങൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. കുറേ ആൾക്കാരുണ്ട്. സ്റ്റേജിൽ രാത്രി പരിപാടിയൊക്കെ ഉണ്ട്, അത് കാണാനും പിന്നെ ഉത്സവം കാണാനുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സ്ക്രീനിൽ കാണുന്ന അമ്പലത്തിൻ്റെ ഉള്ളിലെ വ്യൂ ആണ്. ഈ ഒരു വഴി കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ പോവാണ്. അവിടെ ഞങ്ങൾ പോയില്ലായിരുന്നു, അപ്പോൾ ജസ്റ്റ് പോവാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല, നല്ല തിരക്കാണ്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇതിൽ കൂടി താഴേക്ക് പോയിട്ടാണ് അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഈ ഒരു വഴിയൊക്കെ കുറച്ച് നാളായിട്ടുള്ള ആക്കിയിട്ട്. അതിനു മുന്നേ ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു വഴിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. ഈ വഴിയൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ വഴി കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. സീതാദേവി ലവകുശ ടെമ്പിളാണ്. പിന്നെ ഇതിവിടെ ഉണ്ടായിരുന്ന ആനയാണ്, അതിൻ്റെ ഒരു പ്രതിമയൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഉള്ളിലേക്ക് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയൊന്നുമില്ല. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ച് നടന്നു. താലം വരാൻ ഒരുപാട് ടൈം എടുക്കും. ഇവിടെ നിന്നൊക്കെ പോകുന്ന ചെറിയ ചെറിയ താലങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് മേളിലേക്ക് വരിക. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അതുവരെ ഞങ്ങൾ ചുമ്മാ അതിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു.
ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഐസ്ക്രീം കണ്ടു, ബട്ടർ ഗുൽക്കണ്ടെന്ന് അങ്ങനെയാന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാണ്. 2 എണ്ണം വാങ്ങി ഞങ്ങൾ കഴിച്ചു നോക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഐസ്ക്രീമും ഒരു ഗുലാബ് ജാമുനും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ബനാനയാണുള്ളത്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്താണ് കഴിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ചേച്ചിക്ക് നല്ലോണം ഇഷ്ടമായി. ചേച്ചിക്ക് സാധാരണ ഈ ബനാന ഇഷ്ടമല്ല, അപ്പം അത് ഈ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിച്ചപ്പം രസമുണ്ട്, ടേസ്റ്റ് ഇഷ്ടമായി എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഞാൻ കഴിച്ചു. അമ്മയ്ക്ക് വലിയ ഇഷ്ടമായില്ല. ഞങ്ങൾ പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ ബാക്ക് വശമുണ്ട്, പടിഞ്ഞാറന്നട എന്ന് പറഞ്ഞിട്ട്, അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. അവിടേക്ക് ഞങ്ങൾ പോയില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ മേളിലുള്ള പറമ്പിലാണ് റൈഡുകളും പിന്നെ കടകളും ഒക്കെ ഉള്ളത്. ഈ ഒരു വസ്തു കൂടി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റും. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ കുറച്ച് കമ്മലൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ മേളിലേക്ക് തന്നെ പോവാണ്. ഞങ്ങൾ കറക്റ്റ് മേളിലേക്ക് എത്തിയപ്പോഴത്തേനും ചെറിയ താലം താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം താഴേക്ക് പോയിട്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് മേളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇനി കുറച്ച് താലം കാണാം. അത് കണ്ടിട്ട് ഞങ്ങൾ മേളിലേക്ക് വന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ താഴത്തേക്ക് പോവാണ്. താഴെയാണ് ഈ ചെണ്ടമേളവും ഡാൻസൊക്കെ കുറച്ച് നേരം പെർഫോം ചെയ്യുക. പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കാണാമെന്നാണ് വിചാരിച്ചത്. ഇതിലെ പാസ് ചെയ്തിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നിന്ന് കാണാറ്. കുറച്ച് നേരം അവിടെ നിന്ന് മടുത്തപ്പോൾ ഞങ്ങളെന്നാൽ പിന്നെ ഒരു ഐസ്ക്രീമും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. അവിടെ നിന്ന് ഈ ഒരു ഐസാണ് കഴിച്ചത്. ഇതിൽ ടെൻഡർ കോക്കനട്ടും ഫിഗും പിന്നെ വേറെ ഒരു ഫ്ലേവറും ആയിരുന്നു കഴിച്ചത്, ഒരു മിക്സഡ് ഫ്ലേവർ ആയിരുന്നു. അതുമാണ് ഞങ്ങൾ കഴിച്ചത്. ഇതിൻ്റെ ടേസ്റ്റ് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. കുറേ താലം വരെ എന്തായാലും വൈകും. അപ്പം ഞങ്ങൾ ചുമ്മാ അതിലെ ഒന്ന് നടന്നിട്ട് പിന്നെ ഞങ്ങൾ താലം കാണുന്ന സ്ഥലത്തേക്ക് തന്നെ പോയി നിന്നു. താലം വന്നപ്പോഴത്തേനും 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ച് താലത്തിൻ്റെ വീഡിയോസ് കാണാം. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മീ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദേവി നാരായണ ലക്ഷ്മി Thank you.
നാരായണ മാരായും മാരീകനായും വന്ന് സീതാദേവിയെ അപഹരിച്ച് ലങ്കയിലെത്തിക്കുന്നു രാവണൻ. എന്നാൽ സീതാദേവിയുടെ അനന്തമായ നാമവർത്തിക്കുള്ളിൽ ശിരസ് പഠിക്കുന്ന രാവണനാൽ അശോകവനിയിൽ തടവിലാക്കപ്പെടുന്ന സീതാദേവിയുടെ മുന്നിൽ രാവണവുമായി
പൂജാതി കർമ്മങ്ങൾക്കായി 4 സമുദ്രത്തിൽ നിന്നും 500 നദികളിൽ നിന്നുമുള്ള പുണ്യജലമെത്തിച്ചു. ഉത്തര സമുദ്രത്തിൽ നിന്ന് വായുപുത്രനായ ഹനുമാനും ദേവന്മാരും ശ്രീരാമനെ വണങ്ങി. അയോധ്യ വിശ്വലഹരിയിലായി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ താലം. ഇപ്രാവശ്യം വലിയ താലമായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കാണാൻ. ഇനി 2 ദിവസം കൂടിയുള്ള ഉത്സവം, അത് കഴിഞ്ഞു. താലം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് ഇനി പോവാണ്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേന് ഏകദേശം 1 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് താലം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.